പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ സ്വയംവര ചടങ്ങുകൾ നമ്മുടെ യജ്ഞവേദിയിൽ സമാരംഭിക്കും. ഗുരുവയാകാം. നമ്മുടെ വേദിയിൽ ആ സ്വയംവര പൂജ സമാരംഭിക്കുകയാണ്. ലക്ഷ്മി നാരായണ സങ്കല്പത്തില് ആ സ്വയംവര പൂജ നടക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ആ ഭഗവത് കഥ വളരെ ചുരുക്കി ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് സ്വയംവര ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാൻ. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനാപൂർവം സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ തിരുമേനി ആ സമയത്ത് ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കും. എല്ലാ സജ്ജനങ്ങളുടെയും മനസ്സിൽ പരിപൂർണമായ ഏകാഗ്രമായ മനസ്സോടുകൂടി ഭഗവാനെ വേണ്ട രീതിയിൽ ആശ്രയിക്കുക. ഭാഗവതത്തിന്റെ ദശമസ്കന്ധത്തില് ഉത്തരാർദ്ധത്തിലായിട്ടാണ് ഭഗവാന്റെ സ്വയംവര ചരിതം വർണ്ണിക്കുന്നത്. ഗംഗാതീരത്തിരുന്ന് ഭാഗവത കഥകൾ കേൾക്കുന്ന സശ്രദ്ധം ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്തിന്റെ മുമ്പില് ബലരാമസ്വാമിയുടെ വിവാഹ ചരിതം പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു, വിദർഭയിലെ രാജകുമാരിയായിരിക്കുന്ന രുക്മിണിയെ ഭഗവാൻ രാക്ഷസോദ്വാഹമായിട്ട് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞ് ഭഗവാന്റെ വിവാഹ ചരിതത്തെ ചുരുക്കിയപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, ഇത് പറയാനാണെങ്കിൽ അങ്ങയുടെ ആവശ്യകതയില്ലല്ലോ. ഞാനും കേട്ടിട്ടുണ്ട് ഭഗവാൻ വിദർഭയിലെ രാജകുമാരിയെ രാക്ഷസോദ്വാഹം എന്ന വിധിയിലൂടെയാണ് വിവാഹം ചെയ്തതെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഭഗവാന്റെ മംഗളകരമായിരിക്കുന്ന വിവാഹ ചരിതം അത് വിസ്തരിച്ച് കേൾക്കുവാനാണ് ഞാൻ അങ്ങയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കൃഷ്ണകഥകള് എപ്പോഴൊക്കെ എന്ന് ചുരുക്കി പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിലെ വിഷമം അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളതല്ലേ. ആ ഭഗവാന്റെ വിവാഹ ചരിതം എന്ന് പറയുന്നത് തന്നെ ബ്രഹ്മൻ കൃഷ്ണകഥാഹ പുണ്യാഹ മാധ്വീർ ലോകമലാപഹ, ലോകത്തിന്റെ സർവവിധമായിരിക്കുന്ന ദുഃഖങ്ങളെയും ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജീവരാശികളുടെയും സർവവിധമായിരിക്കുന്ന ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കാൻ കഴിയുന്ന ആളാണ് ആര്? ഭഗവാൻ അല്ലെ. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള എല്ലാവിധമായിരിക്കുന്ന പ്രാരബ്ധ ദുഃഖങ്ങളെയും മാറ്റുവാൻ കഴിയുന്നതാണ് ആര്? ഭഗവാൻ. ഭഗവാനെ സമാശ്രയിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം ആവലാദികളാണ് ഭഗവാനോട് സമർപ്പിക്കാനുള്ളതല്ലേ. മനസ്സിന്റെ ദുഃഖങ്ങള്, പ്രാരബ്ധങ്ങള് എന്നാലോചിച്ച് നോക്കൂ. പുലോക വൈകുണ്ഠമായിരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തില് പലപ്പോഴൊക്കെ നമ്മൾ പോകാറുണ്ട് അല്ലേ. ആ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്ര മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെന്നാലും ഒരു നിമിഷമാണ് നമുക്കൊന്ന് കിട്ടുക അല്ലെ. പോകുമ്പം തന്നെ നമ്മള് എത്രമാത്രം പ്രാരബ്ധം മനസ്സിൽ കരുതി വയ്ക്കുക. തന്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യം, കൊച്ചുമക്കളുടെ കാര്യം, സുഹൃത്തുക്കളുടെ കാര്യം അല്ലെ. ഇനി ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അല്ലെ. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പുറപ്പെടുമ്പോഴാവട്ടെ അയലത്തുകാരൻ ചോദിക്കുകയാണ്, എങ്ങോട്ടാ നിങ്ങളെ കുടുംബസമേതം? ഞങ്ങളൊന്ന് ഗുരുവായൂർക്ക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ അയൽക്കാരൻ എന്ന് പറയും, എന്റെ കാര്യം കൂടി പറയണേ അല്ലെ. ശരിയല്ലേ? അപ്പൊ എത്ര പേരുടെ പ്രശ്നങ്ങൾ പറയാനാണ് നമ്മൾ ആ ഭഗവത് സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലുക. ആ ഭഗവാന്റെ സന്നിധിയിലേക്ക് ചെന്നു കഴിഞ്ഞാലോ, ആ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക് എത്തിക്കഴിഞ്ഞാലോ
നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഈ തിക്കും തിരക്കിലും പെട്ട് ഈ പ്രശ്നങ്ങൾ പറയാൻ മറന്നുപോയാലെന്ന് കരുതിയിട്ട് ഭക്തന്മാരെന്ത് ചെയ്യും, ചിലപ്പോഴൊക്കെ അതൊക്കെ ഒരു നമ്പർ ഇട്ട് എഴുതിയിരിക്കും അല്ലെ. ഭഗവാന്റെ മുമ്പിൽ ചെല്ലുമ്പോ എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും ഞാൻ ഈ പ്രാരബ്ധം മുഴുവൻ പറയും എന്ന രീതിയിൽ ഇതെല്ലാം എഴുതി അത് മടക്കി നമ്മുടെ മുണ്ടിന്റെ കോന്തലയിലൊന്ന് ചുരുക്കി വെച്ചുകൊണ്ട് നമ്മൾ ആ ഗുരുവായൂര് ദർശനത്തിനായിട്ട് ആ ക്യൂവിൽ നിൽക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഒരു കൈ ഇത് പിടിച്ചിരിക്കുക, ഈ പ്രാരബ്ധത്തിന്റെ കെട്ടിൽ പിടിച്ചിരിക്കാതിരിക്കട്ടെ. ആ ഗോപുര നട അങ്ങോട്ട് കടന്ന് ആ ക്യൂവൊക്കെ നിന്ന് ആ ഗോപുര നട കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോ നല്ല ചന്ദനത്തിന്റെയും കസ്തൂരിയുടെയും ഒക്കെ സുഗന്ധങ്ങള് അല്ലെ, ആ ഹരിചന്ദനത്തിന്റെ ഒക്കെ സുഗന്ധം അങ്ങോട്ട് വ്യാപിക്കും. അതിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോ അവിടെ ഭക്തജനങ്ങളുടെ നാമഘോഷം, ആ തിരക്കിൽപ്പെട്ട് പതുക്കെ ആ ഫ്ലൈ ഓവറിലേക്ക് കയറി ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി ആ ഭഗവാന്റെ തിരുനടയ്ക്കുള്ളിലേക്കൊന്ന് പ്രവേശിക്കുമ്പോഴോ അപ്പൊ ആ ഓരോ സന്ദർഭത്തിലും പ്രാരബ്ധത്തെ മുറുക്കി പിടിച്ച് നമ്മൾ വന്നവരാണ്. പക്ഷെ ആ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി ഭഗവാന്റെ തിരുനടയ്ക്ക് മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ഒരല്പം നീളം വർദ്ധിക്കുമെന്ന. കാരണം എന്താ, നമ്മളെല്ലാവരും എന്താ ആ പെരുവരിലൊക്കെ ഒന്ന് നിൽക്കുക, ഇച്ചിരി നീളം വർദ്ധിക്കും. നമ്മൾ കേട്ടില്ലേ, ഹിരണ്യകശിപുവിന്റെ തപസ് പോലെയെന്നാ. ഉന്തിത്തള്ളി അവിടെ നിന്നുകൊണ്ട് ഒരു വിധത്തിൽ ആ ഭഗവാനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെന്താ, ഭഗവാന്റെ കയ്യിൽ ഒരു സമ്പ്രദായം ഉണ്ടെന്ന്. തന്നെ കാണാൻ വരുന്ന ഓരോ ഭക്തന്മാരും എത്രമാത്രം പ്രാരബ്ധം പറയാനാണ് വരുന്നതെന്ന് നമ്മളെക്കാൾ ഭംഗിയായിട്ട് അറിയാവുന്ന ഭഗവാൻ എന്ത് ചെയ്യും, ഒരു മയക്കുമരുന്ന് അങ്ങോട്ട് കുത്തിവെക്കും. ഭഗവാന് ചെറിയ മയക്കുമരുന്ന് കച്ചവടമൊക്കെ ഉണ്ടെന്ന്. എന്താ മയക്കുമരുന്ന്? ഭഗവാന്റെ ആ മധുമഞ്ജുഹാസമാകുന്ന ആ ഭഗവാന്റെ ആ സുന്ദരമായിരിക്കുന്ന മുഖാരവിന്ദം കണ്ടു കഴിയുമ്പോ ഭക്തൻ സ്വയം മറക്കുക അല്ലേ. അവിടെ ആ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനത്തിൽപ്പെട്ട ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ നമ്മൾ ആലോചിച്ചു, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നമ്മൾ അർത്ഥം എന്താ? ഭക്തന്റെ ഏതു പ്രാരബ്ധ അപ്പോഴങ്ങനെയുള്ള ഭഗവാന്റെ വിവാഹചരിതം അത് എത്ര കേട്ടാലാണ് നമുക്ക് തൃപ്തിയാവുക എന്ന പരീക്ഷത്തിൽ ചോദിക്കുന്നത്. കാരണം അതാ നിത്യ നൂതനമാണ് ഭഗവാന്റെ വിവാഹചരിതം അല്ലേ. ഭഗവാന്റെ വിവാഹചരിതം ആദ്യമായിട്ട് കേൾക്കുന്ന സജ്ജനങ്ങളാണോ ഈ ഇരിക്കുന്നത്? ആണോ? ഇവിടെ തന്നെ 39ാമത്തെ വർഷമാണ് സപ്താഹം അല്ലേ. ഇവിടെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി എത്രയോ സപ്താഹം കേട്ട സജ്ജനങ്ങളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളെക്കാളും ഭാഗവത സപ്താഹ വേദികളിൽ പോയുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നിട്ടും എന്റെ നമ്മുടെ യജ്ഞശാലയിൽ ഇത്രയും ഒരു തിരക്ക് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിവാഹ കഥ എത്ര പേരിങ്ങനെ പാടിയിട്ടുണ്ടാവും? നമ്മുടെ വിവാഹ ചരിതം ആരെങ്കിലും ഇങ്ങനെ പാടി കേൾപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് തന്നെ ഓർക്കുമ്പോൾ ഉള്ളിൽ ഒരു കിരീടമാലേ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വിവാഹത്തിൽ നിന്ന് നമ്മൾ എത്ര കഷ്ടപ്പെട്ട വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തത് അല്ലേ. ക്യാമറമാൻ പറയുന്ന പുത്രന്മാര് വന്ന് ജനിച്ചു എന്നാണ്. എന്താ പേര്? രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്നു പേര്. പേരൊക്കെ കേട്ടാൽ നല്ല സ്വർണത്തിന്റെ പര്യായമാണ്. പക്ഷേ സ്വഭാവങ്ങൾ നോക്കിയാൽ വെറും അസത്തുക്കളാണ്, കൃഷ്ണദ്വേഷികളാണ് ഇവര് 5 പേരുമെന്നാണ്. തനിക്ക് ഇങ്ങനെ 5 പുത്രന്മാർ വന്ന് ജനിച്ചപ്പോ തന്റെ ദുഃഖം മുഴുവനും തന്റെ പരദേവതയായിരിക്കുന്ന പാർവതി മഹാദേവിയുടെ മുമ്പില്, ആ പരദേവതയുടെ മുമ്പില് സങ്കടം പറഞ്ഞ് ആ മഹാദേവിയെ വേണ്ട രീതിയിൽ ആശ്രയിച്ചപ്പോ ആ ലോകമാതാവായിരിക്കുന്ന അമ്മ മഹാദേവി അംശം കൊണ്ട് ആ ഭീഷ്മ മഹാരാജാവിന്റെ പുത്രിയായിട്ട് തിരുവവതാരം ചെയ്തു. രുക്മിണ്യേഷ സ്വസാ സതി. ഈ 5 ഏട്ടന്മാർക്കും കുഞ്ഞനുജത്തിയായിട്ട് രുക്മിണി എന്ന സാക്ഷാൽ മഹാലക്ഷ്മി ആയിട്ട് ഒരു പുത്രി. ആർക്ക്?
ഭീഷ്മര്. അതുകൊണ്ട് ഭീഷ്മരെ പറഞ്ഞത് എങ്ങനെയാ മഹാൻ എന്ന ഭാഗവതം സംബോധന ചെയ്തതെന്നാണ്. കാരണം എന്താ, ലോക മാതാവായിരിക്കുന്ന ജഗദംബികയുടെ പിതാവായി തീർന്ന ആളാണ് ആര്? ഭീഷ്മകൻ. അങ്ങനെയുള്ള രുക്മിണിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്ന്. എന്താ? ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മള് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു സൽക്കർമ്മങ്ങൾ, പിന്നെ വിദ്യാഗോപാല മന്ത്രാർച്ചനയുടെ അനുഭവം അല്ലെ, ഇനിയിപ്പോ കുറെ വേദികളിൽ പറയാനായി. എന്താ? കൊച്ചനാകുളങ്ങരയിലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയുടെ പ്രൗഢി അല്ലെ. നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ആത്മീയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറഞ്ഞു കൊടുക്കുന്നത് വിടാറുണ്ടോ? എന്നാൽ രുക്മിണി അങ്ങനെ ആയിരുന്നല്ലോ. രുക്മിണി എന്താ പ്രത്യേകത? സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയ. കൊട്ടാരത്തിൽ വന്നു ചേരുന്ന നാരദ ഋഷിവര്യന്മാരെ പോലെ ഉള്ള ശ്രേഷ്ഠരായിരിക്കുന്ന ഭഗവത് ഭക്തരിൽ നിന്ന് ധാരാളം ഭഗവത് കഥകളെ, ഭാഗവത തത്വത്തെ ഗ്രഹിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ആര്? രുക്മിണി ദേവിയെന്ന്. അപ്പൊ ആ ചെറിയ പ്രായത്തില് നാരദനെ പോലെയുള്ള ഭഗവത് ഭക്തന്മാർ വന്നു ചേരുമ്പോ ആ രുക്മിണി ദേവിയെ മടിയിലേക്ക് പിടിച്ചിരുത്തി ആ ഭഗവാന്റെ ബാലലീലകള്, കൃഷ്ണന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, അമ്പാടിയില് ഉണ്ണിക്കണ്ണനായിട്ട് വെണ്ണയും പാലും ഒക്കെ കട്ട് ഓരോ ഗോപികമാരുടെ ഗൃഹങ്ങളിലും കയറിയിറങ്ങി അവരെയൊക്കെ ആനന്ദിപ്പിച്ച ആ ആനന്ദ ലീല ആടിക്കൊണ്ടിരുന്ന ഭഗവാന്റെ അത്ഭുത ലീലകളെ വർണ്ണിച്ചു കൊടുക്കുന്ന ആ ഭഗവാന്റെ വീര്യ കഥകളൊക്കെ കേൾക്കുമ്പോൾ രുക്മിണി ദേവി കൊച്ചുകുട്ടിയല്ലേ, മനസ്സുകൊണ്ട് ഒരു ഭാവന, എന്താ, ആ കണ്ണൻ എന്റെ കളിക്കൂട്ടുകാരനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രുക്മിണി ദേവിക്ക് ഭഗവാന്റെ കഥകളിൽ എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നാരദ മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ? ആ ഭഗവാന്റെ അമ്പാടിയിലെ ലീലകളെല്ലാം വർണ്ണിച്ച് ഭഗവാൻ ഒടുവിൽ അവിടെ നിന്ന് ആ വൃന്ദാവനത്തിലേക്ക് താമസം മാറി എന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ട് നാരദ മഹർഷി ചിലപ്പോ കൊട്ടാരത്തിൽ നിന്ന് പോകും. പിന്നെ ചിലപ്പോ 2 മാസവും മറ്റോ കഴിഞ്ഞായിരിക്കും തിരികെ വരിക. അങ്ങനെ വരുമ്പോ രുക്മിണി ദേവി നാരദ മഹർഷിയെ കാണുമ്പോ നമസ്കരിച്ചിട്ട് ചോദിക്കും, പിന്നെ എന്താ ഉണ്ടായത്? നാരദ മഹർഷി ചോദിക്കും, എന്തുണ്ടായിന്ന? അല്ല, കൃഷ്ണനെ ആ വൃന്ദാവനത്തിലേക്ക് താമസം മാറി എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ ഉണ്ടായത്? അപ്പോഴാണ് നാരദ മഹർഷി പോലും ആലോചിക്കുന്നത്, താൻ എവിടെയാണോ കൃഷ്ണകഥ പറഞ്ഞു നിർത്തിയത് ആ രുക്മിണിയുടെ മനസ്സ് ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നതെന്നാണ്. പിന്നെ ആ വൃന്ദാവന കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ആ ഭഗവാൻ കാളിന്ദിയുടെ ശിരസിൽ നൃത്തം വെച്ചതും ആ ഗോവർദ്ധനത്തെ ഉയർത്തിക്കൊണ്ട് ഗോവിന്ദനായിക്കൊണ്ട് ഗോകുലത്തിന് രക്ഷകനായതുമായിട്ടുള്ള ദിവ്യമായ കഥകളെയൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന്. അങ്ങനെ ആ ഭഗവാന്റെ കഥകൾ കേട്ട് ആ രാസവിലോലനായിട്ട് ഗോപികമാർക്ക് ആ രാസകലീലയിലൂടെ ആത്മാനുഭൂതിയെ പ്രദാനം ചെയ്ത ഭഗവാന്റെ കഥകൾ കേട്ടു. അപ്പോഴേക്കും രുക്മിണിയുടെ പ്രായവും മാറി വന്നില്ല, യൗവനത്തിലേക്ക് എത്തി. ആ യൗവനത്തിലേക്ക് എത്തിയപ്പോ ആ രാസവിലോലനായിരിക്കുന്ന ഭഗവാൻ തന്റെ പതിയായി തീരണമെന്ന് ആഗ്രഹിച്ചു. തം മേനേ സദൃശം പതി, എന്റെ ഒരു പതിയായിട്ട് തീരണം എന്ന് ആഗ്രഹിച്ചു. രുക്മിണി ദേവിയുടെ ഈ ആഗ്രഹം സത്യത്തിൽ പിതാവായിരിക്കുന്ന ഭീഷ്മ മഹാരാജാവിന് വളരെ സന്തോഷത്തെ പ്രദാനം ചെയ്തുവെങ്കിലും കൃഷ്ണവിദ്വേഷികളായിരിക്കുന്ന 5 സഹോദരന്മാരും എതിർത്തു എന്നാണ്. എന്നിട്ട് ആ രുക്മിണിയെ പലതരത്തില് ഭീഷണിയൊക്കെ പ്രയോഗിച്ചു നോക്കിയെങ്കിലും വശംവദ ആകുന്നില്ലെന്ന് കണ്ടപ്പോ രുക്മിണി ദേവിയുടെ വിവാഹം അവർ സ്വയം തീരുമാനിച്ചു. കൃഷ്ണവിദ്വേഷിയായിരിക്കുന്ന, കൃഷ്ണവിദ്വേഷത്തിൽ നല്ല ഡിഗ്രിയുള്ള ചേതിപനായിരിക്കുന്ന ശിശുപാലന് തന്റെ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, വിവാഹത്തിന് 2 ദിവസമുള്ളപ്പോൾ രുക്മിണിയോട് വന്നിട്ട് എന്ത് പറഞ്ഞു? വിവാഹ വിവരത്തെ അറിയിച്ചു. രുക്മിണി ദേവി ആകെ വിഷമിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലേ ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നൊരു ഭീഷണി കൂടിയായിരുന്നു. രുക്മിണി ദേവി ആകെ മനസ്സുകൊണ്ട് വിഷമിച്ചു. ഇപ്പൊ എന്താ ഒരു മാർഗം? തന്റെ ആഗ്രഹം എങ്ങനെയാണ് ആ ഭഗവാനെ ഒന്ന് അറിയിക്കുക എന്ന് വിഷമിച്ചിരിക്കുമ്പോ തനിക്കിനി ആകെ ആശ്രയമാരാ, എന്നും ദർശനം നടത്തുന്ന
അപ്പോ അപ്പോ ആ രുക്മിണി ദേവി തന്റെ ഏക ആശ്രയമായിട്ട് കണ്ടത് ആരെയാണ്? ആ പരദേവതയായിരിക്കുന്ന പാർവതീ ദേവിയെ. എന്നും ചെന്ന് മഹാദേവിയെ സമാശ്രയിക്കുമെന്ന്, എന്നും ആ മഹാദേവിയോട് ചെന്ന് ആ ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാൻ തന്റെ പതിയായി തീരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടെന്ന്. ആ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളെ തന്നെ സമാശ്രയിച്ചു. ഒരു ദിവസം ആ മഹാദേവിയുടെ, ആ രുക്മിണി ദേവിയുടെ കുടുംബജീവിതത്തിന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് പാർവതീദേവിയുടെ മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരുന്ന ആ ശ്രീലകത്തെ തിരുമേനി, ആ ക്ഷേത്രനടയിലെ തിരുമേനിക്ക് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ ഉള്ളില് മഹാദേവി തോന്നിപ്പിച്ചതാവാം. അദ്ദേഹം ചിന്തിച്ചു, ഇന്ന് പ്രസാദം താൻ തന്നെ നേരിട്ട് രുക്മിണിക്ക് കൊടുക്കാം. തോഴിമാരൊക്കെ പ്രസാദം സ്വീകരിക്കാൻ കാത്തു നിൽപ്പുണ്ട്. ഇവരോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പ്രസാദം കൊണ്ടുവന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ആ ദേവീ പ്രസാദവുമായിട്ട് കൊട്ടാരത്തിലേക്ക് വന്നപ്പോ വളരെയധികം വിഷമത്തോടു കൂടിയിരിക്കുന്ന രുക്മിണി ദേവിയെ കണ്ടു. എന്താ രുക്മിണി, വിവാഹമൊക്കെ അടുത്തിരിക്കുമ്പോ നീ ഇങ്ങനെ മ്ലാനവദനയായിട്ടിരിക്കുന്നത്, എന്താ നിന്റെ ദുഃഖം എന്ന് ചോദിച്ചപ്പോ ഇനി തനിക്ക് വേറെ ആരും ആശ്രയമില്ല എന്ന് മനസ്സിൽ തോന്നിയ രുക്മിണി ദേവി തന്റെ മനസ്സ് തുറന്നു ആ ബ്രാഹ്മണന്റെ മുമ്പില്. ഞാൻ ആ ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാനെ മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് ആ ശിശുപാലന്റെ പത്നിയായിട്ട് ആ കതുമണ്ഡപത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. പക്ഷെ എന്റെ ഈ മനസ്സ് ആ ഭഗവാനെ ഞാൻ എങ്ങനെയൊന്ന് അറിയിക്കുക? അപ്പൊ ആ ബ്രാഹ്മണൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ ദേവിയെ സഹായിക്കാം. ദേവി ഒരു കാര്യം ചെയ്യും, ഒരു സന്ദേശം എഴുതി എന്റെ കൈകളിലേക്ക് തരുമെന്ന് പറഞ്ഞപ്പോ രുക്മിണി ദേവി ഒരു സന്ദേശത്തെ എഴുതി ആ ബ്രാഹ്മണന്റെ കൈകളിലേക്ക് കൊടുത്തു. ആ സന്ദേശത്തിന്റെ പ്രാധാന്യം അറിയാവുന്ന ആ ബ്രാഹ്മണൻ നേരെ വായുവേഗത്തില്, വളരെ വേഗത്തില് ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. ഒരു സന്ധ്യാവേളയില് ആ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠനെ ബ്രഹ്മണ്യദേവനായിരിക്കുന്ന ഭഗവാൻ സ്വീകരിച്ചു, പൂജിച്ചു. എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിദർഭയിൽ നിന്നാണ് വരുന്നത്, അവിടെ ഒരു വിവാഹം നടക്കാൻ പോകുന്നു, ആ വിവാഹത്തിന്റെ ക്ഷണക്കത്തുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ കത്ത് ഇവിടെ എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ബലരാമൻ എന്നാണ് പേര്, ആ ജ്യേഷ്ഠനെ ഏൽപ്പിക്കുക. ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചാൽ അത് ഏട്ടന് ഇഷ്ടമാവില്ല. അപ്പൊ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് ജ്യേഷ്ഠന് കൊടുക്കാൻ പറ്റിയ ഒരു എഴുത്തല്ല, പിന്നെയോ ഈ ക്ഷണപത്രിക അങ്ങയ്ക്ക് നേരിട്ട് തരേണ്ടതാണ്. ശരി, എന്നാ തന്നോളൂ. ആ ക്ഷണക്കത്ത് ഒന്ന്, ആ സന്ദേശം ഒന്ന് തുറന്നു നോക്കിയപ്പോൾ തന്നെ ഭഗവാന്റെ ആ താമരനയനങ്ങൾ ഒന്ന് വിടർന്നു എന്നാണ്. എന്ന് മാത്രമല്ല, അല്പം അശ്രുധാര ഭഗവാന്റെ കണ്ണിൽ വന്നോ എന്നൊരു സംശയം. തന്റെ ഭക്തയായിരിക്കുന്നു, തന്നെ ആഗ്രഹിക്കുന്ന ആ ജീവാത്മാവായിരിക്കുന്ന രുക്മിണിയുടെ ആ സന്ദേശം, ആദ്യത്തെ വരി തന്നെ ഭുവനസുന്ദര, ഇത്ര മാത്രം മതിയായിരുന്നു ഭഗവാന്. രുക്മിണി ദേവിയുടെ മനസ്സിനെ വായിക്കുവാൻ പിന്നീട് ബാക്കി വായിക്കേണ്ടതില്ലെന്ന് നേരെ ആ ബ്രാഹ്മണന്റെ കയ്യിലേക്ക് തന്നെ കൊടുത്തു. ഇത് അങ്ങ് തന്നെ വായിക്കൂ, ഞാൻ കേൾക്കാം. എന്തുകൊണ്ടാണ് ഭഗവാൻ അത് ആ ബ്രാഹ്മണനെ കൊണ്ട് തന്നെ വായിപ്പിച്ചത്? ബ്രാഹ്മണൻ ഒരു മടിയും തോന്നിയില്ല. കാരണം എന്താ, രുക്മിണി എഴുതിയതല്ലേ, അതായത് അതൊരു പ്രേമലേഖനമാണ്. അപ്പൊ ആ പ്രേമലേഖനം മറ്റൊരാൾ വായിക്കുന്നത് ശരിയല്ലല്ലോ എന്നൊരു തോന്നല്. പക്ഷെ എന്തുകൊണ്ടാ അത് ബ്രാഹ്മണനെ കൊണ്ട് തന്നെ ഭഗവാൻ വായിച്ച് കേൾപ്പിച്ചത്? അത് ഭഗവാൻ രഹസ്യമായിട്ട് വായിച്ചിരുന്നുവെങ്കിൽ ഈ കലിയുഗത്തിൽ വന്ന് ജനിക്കുന്ന അല്പജ്ഞാനികളായിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ രചിക്കാനുണ്ടാവും അല്ലെ? ഭഗവാന്റെ കൃഷ്ണലീലകളെ ഇപ്പോൾ തന്നെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്തു തുടങ്ങിയില്ലേ? അതുകൊണ്ട് ഈ ഒരു സന്ദേശം അത് ഭാഗവതത്തിൽ ഉണ്ടാകണം എന്ന് ഭഗവാൻ നിർബന്ധം ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അത് പരസ്യമായിട്ട് തന്നെ വായിച്ചു ഭഗവാൻ കേൾക്കുന്നത്. രുക്മിണി ദേവി ആ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഗുണഗണങ്ങളെ കേട്ട് കേട്ട് പരമാത്മസ്വരൂപനായിരിക്കുന്ന അവിടുത്തെ പാതാരബിന്ദത്തിലേക്ക് ജീവാത്മാവായിരിക്കുന്ന എന്റെ മനസ്സ് ലജ്ജ വിട്ട് അവിടുത്തെ പാതാരബിന്ദത്തിൽ ലയിച്ചു കഴിഞ്ഞു. ഇനി അതിനെ അവിടെ നിന്ന് മാറ്റുക അസാധ്യമാണ്. അതുകൊണ്ട് ഞാന് എന്റെ
ചിത്തം ലജ്ജ വിട്ട് അങ്ങയുടെ ആധാരവിന്ദങ്ങളില് ലയിച്ചു ചേർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവിടുന്ന് എന്നെ വന്ന് സ്വീകരിക്കണം. അല്ലെ, ഒരു വിവാഹപ്രായത്തിലേക്ക് എത്തിയ ഒരു പെൺകുട്ടി തന്റെ പ്രതിശ്രുത വരനിൽ എന്തെല്ലാം യോഗ്യതകളാണോ, എന്തെല്ലാം പൊരുത്തങ്ങളാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം തികഞ്ഞവനാണ് അങ്ങ്. കുല രൂപ ശീല വയോ വിദ്യ ദ്രവിണ ധാമഭിരാത്മതുല്യാൻ, എല്ലാ തരത്തിലും പൊരുത്തങ്ങളോടുകൂടിയ അങ്ങേ ഞാൻ വരനായിട്ട് എന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ്. പക്ഷെ ഒരു ജീവന് ആ പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എത്തണമെങ്കിൽ എന്തേ ഒരു മാർഗമുള്ളൂ? ജന്മാന്തരേ ഭവേത് പുണ്യം. അല്ലെ, ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ആരുടെ മുമ്പിലേക്ക് എത്താൻ പറ്റൂ. ഈ ഭാഗവതത്തിന്റെ മുമ്പിൽ പോലും വരണമെങ്കിൽ ജന്മാന്തര പുണ്യം വേണമെന്നിരിക്കെ ആ ഭാഗവത കൃഷ്ണനായിരിക്കുന്ന ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തണമെങ്കിലോ ആ പുണ്യം അല്പമൊന്നും പോരാന്നാണ്. അപ്പൊ രുക്മിണി ദേവി പറഞ്ഞെന്താ, ഞാൻ എത്രയോ സൽക്കർമ്മങ്ങളാണ് ഇവിടെ ചെയ്തത് അവിടുത്തെ ഭാഗത്തിലേക്ക് എത്തിച്ചേരാൻ. ക്ഷേത്ര ദർശനങ്ങളും നാമജപങ്ങളും ദാനങ്ങളും അല്ലെ, അതുപോലെ സാധു സേവകളും ഒക്കെ ഞാൻ ധാരാളമായിട്ട് ചെയ്ത ആ പുണ്യത്തെ സമ്പാദിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഭഗവാനെ അവിടുന്ന് ആ പുണ്യാതിരേഖം എന്നിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ട് എന്നെ സ്വീകരിക്കണം. ഞാൻ അവിടുത്തെ പുരുഷസിംഹമായിരിക്കുന്ന അങ്ങയുടെ ഇരയാണ്. അങ്ങനെയുള്ള ഈ മാൻപേടയായിരിക്കുന്ന രുക്മിണിയെ ശിശുപാലനെ പോലെയുള്ള കുറുക്കന്മാർ തട്ടിയെടുത്താൽ അതിന്റെ നാണക്കേട് ആർക്കാണ്? ആ സിംഹത്തിനാണ്. അപ്പൊ അന്ന് പുരുഷസിംഹമാണ്. അങ്ങയുടെ ആ ഭാഗമായിരിക്കേണ്ടുന്ന അല്ലെങ്കിൽ അങ്ങയുടെ ഇരയായിരിക്കുന്ന കേവലം ഒരു മാൻപേട മാത്രമാണ് ആരും ഞാൻ. അതിനെ ശിശുപാലനെ പോലെയുള്ള കള്ളച്ചെന്നായ്ക്കളെ തട്ടിയെടുക്കാൻ ഇടയാവരുത്. പിന്നെയോ എന്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന സന്ദർഭത്തില് കൊട്ടാരത്തിൽ വന്ന് എന്നെ നേടിയെടുക്കുക അത്ര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം. എന്താ, ഞാൻ എന്നും പരദേവതാ ദർശനത്തിന് പോകുന്ന ഒരു പെൺകുട്ടിയാണ്. ഭാഗവതം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, സാധ്യമായ ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്ത് വേണം? ക്ഷേത്ര ദർശനങ്ങൾ വേണം എന്നാ പറഞ്ഞു വെച്ചത്. അപ്പൊ വിവാഹത്തിന് മുമ്പ് എന്തായാലും പോകും അല്ലെ. അപ്പോ ആ വിവാഹ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അപ്പോൾ എന്റെ കൂടെ തോഴിമാരും ഏതാനും പരിചാരകരെ കാണും. ആ സന്ദർഭത്തില് അന്ന് അങ്ങയുടെ വീര്യബലം കൊണ്ട് പൗരുഷം കൊണ്ട് എന്നെ നേടിയെടുക്കണം. ഒരു ഒളിച്ചോട്ടമൊന്നുമല്ലാതെ രുക്മിണി ആഗ്രഹിച്ചത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങയുടെ പൗരുഷം കൊണ്ട് എന്നെ നേടിയെടുക്കണം. ഇനി എന്റെ ഈ സന്ദേശത്തെ അങ്ങ് തൃണവൽക്കരിക്കുകയാണെങ്കിൽ ആ ശിശുപാലന്റെ പത്നിയായിട്ട് ആ കതിർമണ്ഡപത്തിൽ രുക്മിണി ഉണ്ടാവില്ല. ഞാൻ ഈ പ്രാണനെ ത്യജിക്കും. എന്നിട്ടോ ഇനിയും ജന്മങ്ങൾ ഉണ്ടാവുമല്ലോ. ആ ജന്മങ്ങളിലുമൊക്കെ ഞാൻ അവിടുത്തെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവിടത്തേക്ക് എത്തിച്ചേരുവാൻ പ്രയത്നിക്കും എന്ന ആ രുക്മിണി ദേവിയുടെ ആ സന്ദേശം, ആ ദൃഢമായ വാക്കുകള് കേട്ട ഭഗവാൻ അപ്പോൾ തന്നെ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, എന്റെയും അവസ്ഥ രുക്മിണിയുടേത് പോലെയാണ്. കാരണം എന്താ, ഈ നാരദര് ഈ വിദർഭയിൽ നിന്ന് നേരെ വരണം ഇങ്ങോട്ടാ ഈ മധുരയ്ക്കും ദ്വാരകയ്ക്കുമാണ്. അവിടെ വന്നിട്ട് എന്ത് പറയും? രുക്മിണി ദേവിയുടെ സൗന്ദര്യത്തെ പറ്റി ആദോരാതെ ആരോടും പറയുമായിരുന്നു എന്നാ ഭഗവാനോട്. അപ്പൊ ഭഗവാനും രുക്മിണി ദേവിയോട് ഒരല്പം പ്രണയം തോന്നി തുടങ്ങിയെന്നാണ്. പക്ഷേ ആ രുക്മിയും മറ്റുമൊക്കെ വിവാഹം മറ്റൊരാളുമായിട്ട് നിശ്ചയിച്ചത് കൊണ്ട് ഒന്ന് പിന്നോട്ട് തന്നെ. ഇപ്പൊ രുക്മിണി തന്നെ മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇനി ഒട്ടും പിന്നോട്ടില്ല. അപ്പോഴേ തന്നെ ദാരുകനോട് തേര് സജ്ജമാക്കാൻ പറഞ്ഞു. തേരിലേക്ക് കയറി ആ ബ്രാഹ്മണ ശ്രേഷ്ഠനോടൊപ്പം യാത്രയായി. ബലരാമസ്വാമി ഭഗവാൻ തിടുക്കത്തിൽ പോകുന്നത് കണ്ട് നേരെ വന്ന് പരിചാരകരോട് ചോദിച്ചു, കൃഷ്ണൻ എങ്ങടാ പോയത്? എവിടെ പോയാലും തന്നോട് ചോദിക്കാറുണ്ടെന്ന്. അപ്പൊ എങ്ങടാ പോയതെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഒന്നും അറിയാൻ വയ്യ. ഒരു ബ്രാഹ്മണൻ വന്നു, അടച്ചിട്ട മുറിയിലേക്ക് കയറി എന്തോ സന്ദേശം എന്നൊക്കെ പറയുന്നത് കേട്ടു. നോക്കി, നേരെ ചെന്നു, ആ ലെറ്റർ എടുത്തു നോക്കിയപ്പോ ആദ്യത്തെ വരി ഭുവനസുന്ദര. താഴെ ഏറ്റവും താഴെ നോക്കിയപ്പോ രുക്മിണി ഒപ്പ്. മനസ്സിലായി എങ്ങടാ പോയതെന്ന് ആർക്ക് പിടികിട്ടി? രാമന് പിടികിട്ടിയെന്ന്. കാരണം രുക്മിണി ദേവിയുടെ സ്വയംവരം നിശ്ചയിച്ചത് ലോകപ്രസിദ്ധമാണ്. തങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അവിടെ ക്ഷണമില്ലാത്തത്. അപ്പം ഭഗവാൻ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ദുഷ്ടന്മാരായിരിക്കുന്ന ധാരാളം ആളുകളുണ്ടെന്ന. ജരാസന്ധനുണ്ട്, രുക്മിയുണ്ട്, അല്ലെ,
ശിശുപാലനുണ്ട്. അവിടെ തന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് അറിയാവുന്ന ഭഗവാൻ ദ്വാരകയിലെ നാരായണ സൈന്യങ്ങളോടൊത്ത് ഭഗവാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ചേർന്നു. അപ്പോ ആ പോകുന്ന മാർഗത്തിൽ ബ്രാഹ്മണനോട് ഭഗവാൻ പറഞ്ഞു, അച്ഛനും അമ്മയും അറിഞ്ഞാലൊന്നും വലിയ പ്രശ്നമില്ല, പിന്നെയോ എനിക്കൊരു ഏട്ടനുണ്ട്, ഏട്ടനോട് വിവരം അറിയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രയാസം. എന്താ കാര്യം? കയ്യിലൊരു ഒലക്കയും കലപ്പയൊക്കെ ആയുധം, ക്ഷിപ്രകോപിയാണ് ആള് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോ ബ്രാഹ്മണൻ ചോദിച്ചു, കണ്ട എങ്ങനെ ഇരിക്കും? അപ്പോഴാ കാര്യമൊക്കെ പറഞ്ഞത്, എന്താ കലപ്പയും ഉലക്കയൊക്കെ ആയുധമായിരിക്കും അല്ലെ എന്നൊക്കെ ആ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോ പറഞ്ഞു. അവിടെ ഒരാൾ നിൽക്കുന്നുള്ളൂ, അങ്ങയുടെ ജ്യേഷ്ഠനെ പോലെ തോന്നുന്നല്ലോ, അതാണോ എന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് അവിടെ നിൽക്കൊണ്ടാര് ബലരാമസ്വാമി. നേരെ ചെന്നു ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭഗവാൻ രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പോ തന്നെ ഭഗവാനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാമൻ ചോദിച്ചു, എന്റെ കൃഷ്ണ, ഈ ഭുവനസുന്ദര എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ഓടിച്ചാണ്ടെങ്കിലും പോരരുത് അല്ലെ, ഇത് എങ്ങടാ പോകുന്നതെന്ന് അറിയണ്ടേ? എന്നിട്ട് അനുഗ്രഹിച്ചു. അപ്പോ ആ ബ്രാഹ്മണനോട് രാമൻ തന്നെ പറഞ്ഞു, നേരെ ചെന്ന് രുക്മിണിയോട് പറഞ്ഞോളൂ, നീ ഒട്ടും തന്നെ ഖേദം വേണ്ട, ആ രുക്മിണിയെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് കൃഷ്ണൻ വന്ന വിവരം ചെന്നറിയിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ നേരെ ആ രുക്മിണിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. രുക്മിണി ആകെ മനോവിഷമത്തോടുകൂടി തന്റെ വിവാഹത്തിന്റെ സമയം അടുത്തടുത്ത് വരുന്നു. തന്റെ ആ സന്ദേശം ബ്രാഹ്മണൻ അറിയിച്ചുവോ എന്ന ആശങ്കയോടുകൂടി ഇരിക്കുമ്പോഴാണ് പ്രസന്നവദനായിട്ട് ആ ബ്രാഹ്മണൻ ചെന്ന് ഉണ്ടായ വിവരങ്ങളെല്ലാം പറഞ്ഞു. രാമനും കൃഷ്ണനും വന്നിതാ പാർത്തിയിടുന്നു. ഒരു വളച്ചുകെട്ടലില്ലാതെ കാര്യം പറഞ്ഞു. രാമൻ മാത്രമല്ല, കൃഷ്ണൻ മാത്രമല്ല, രാമനും വന്നിട്ടുണ്ട്, സൈന്യങ്ങളും വന്നിട്ടുണ്ട്, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് എന്നോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആ കൃഷ്ണൻ. എന്ന് മാത്രമല്ല, നിങ്ങൾ ദമ്പതിമാരായിട്ട് ആ ദ്വാരകയിൽ വിരാജിക്കുന്നത് കാണാൻ ഞാൻ മറ്റൊരവസരത്തിൽ വരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ ദേവി എന്തു കൊടുത്താലാണ് തൃപ്തിയാവുക? ആ ബ്രാഹ്മണന് ധാരാളം ദക്ഷിണകളൊക്കെ കൊടുത്തു പോരായെന്ന് തോന്നി സ്വയം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ ഇനി ദ്വാരകയ്ക്കൊന്ന് ചെല്ലട്ടെ, അവിടെ കതിർമണ്ഡപത്തിലേക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ഞാൻ പൂർത്തീകരിക്കട്ടെ, നിങ്ങൾ വരുമ്പോഴേക്കും ആ വിവാഹ മണ്ഡപത്തിലെ ബാക്കി ഒരുക്കങ്ങൾ ഞാൻ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ അവിടെ നിന്ന് യാത്രയായി. ഇതിനിടയിൽ നമ്മൾ ഒരാളെ മറന്നു പോകരുത്. ആരാ? പ്രതിശ്രുത വരനായിരിക്കുന്ന ശിശുപാലൻ അല്ലേ? അദ്ദേഹം ഒരു 10-15 ദിവസം മുമ്പേ ഗ്രീൻ റൂമിലാണ്, മേക്കപ്പിലാണ്. കാരണം രുക്മിണിയോടൊപ്പം ഇരിക്കുമ്പോൾ ആരും കുറ്റം പറയുന്നതല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന ദമഘോഷൻ, അദ്ദേഹത്തിനറിയാം തന്റെ പുത്രനോ ബുദ്ധിയില്ല. പിന്നെ അവര് നേർബുദ്ധി കിട്ടുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ അവന് വേണ്ടി വഴിപാടുകൾ നടത്തിയിരുന്നു. എന്താ വഴിപാട്? ഇവൻ കൃഷ്ണനോട് എന്തായാലും എതിർക്കം ചെയ്യും, കൃഷ്ണൻ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ആർക്കില്ല. ദമഘോഷനില്ലായിരുന്നു ശിശുപാലന്റെ പിതാവിന്. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവൻ ഭഗവാനെ അപരാധം പറയാൻ ചെന്നാൽ ഊറിനപ്പുറം കടക്കാതിരിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ട് വഴിപാടുകളൊക്കെ നടത്തിയത്. അങ്ങനെ ആ വിവാഹത്തിന്റെ മുഹൂർത്തം സമാഗതമായി രുക്മിണി ദേവി തോഴിമാരോടും ഏതാനും പരിചാരകരോടും കൂടി ചേർന്നുകൊണ്ട് ആ പാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെട്ടു. മഹാദേവനോടും തന്റെ പുത്രന്മാരോടും ഒപ്പം വിരാജിക്കുന്ന ആ മഹാദേവിയുടെ തിരുസന്നിധിയിലേക്ക് എത്തി. ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്റെ കൈയും കാലും ഒക്കെ കഴുകി ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വെച്ചു. എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നമസ്തേ ത്വംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവ ഭൂയാത്പദം മേ ഭഗവാൻ കൃഷ്ണ തദനുമോദത. ഭഗവതിയെ പ്രാർത്ഥിച്ചു. ആ നന്ദഗോപസുതനായിരിക്കുന്ന, ആ വസുദേവസുതനായിരിക്കുന്ന, ദ്വാരകാനാഥനായിരിക്കുന്ന, ശ്രീയസ്പതിയായിരിക്കുന്ന ഭഗവാൻ എന്റെ പതിയായി തീരണേ, അതിന് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് ആ ശ്രേഷ്ഠരായിരിക്കുന്ന ബ്രാഹ്മണർക്ക് വേണ്ടുന്ന ദക്ഷിണകളൊക്കെ നൽകി പ്രസാദത്തേക്ക് സ്വീകരിച്ചു. അവരും ഹൃദയം നിറഞ്ഞ് അനുഗ്രഹിച്ചു. നിന്റെ പതിയായിട്ട് സാക്ഷാൽ ഭഗവാൻ തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടി ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ മുനിവ്രതമതത്തെ ഭാഗവതം പറയാണ്, മൗനവ്രതത്തെ ഭഞ്ജിച്ചു ദേവി. നമുക്ക് ക്ഷേത്രത്തിനകത്ത് എങ്ങനെ ദർശനം നടത്തണമെന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞിരിക്കാം. എങ്ങനെയാവണം?
നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, ശബ്ദം നാമജപത്തിന് മാത്രം. യജ്ഞശാലയിലും ഒക്കെ മിക്കവാറും എഴുതി വെക്കേണ്ടി വരുന്നത് അല്ലെ. നാമം ജപിക്കുന്നതിന് നമുക്ക് ശബ്ദമില്ല, അല്ലാത്ത മറ്റു കാര്യങ്ങൾ പറയാനാണെങ്കിൽ നല്ല ശബ്ദവും അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ ദർശനം നടത്തണം? മൗനത്തോടു കൂടിയിട്ട് ഉള്ളില് ഹൃദയത്തിലെ ഭഗവാന്റെ ഒരു മന്ത്രത്തെ ജപിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ, ദർശനം നടത്താൻ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മൗനവ്രതം ഭഞ്ജിച്ചു അല്ലെ. ഭഗവാൻ ഇവിടെയല്ലേ ഭഗവാൻ വരാമെന്ന് പറഞ്ഞത് അല്ലെ, ആ പാർവതി ക്ഷേത്ര സന്നിധിയിൽ ഇവിടെയല്ലേ താൻ വരണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ദേവി നോക്കുമ്പോ ആ ക്ഷേത്രത്തിന്റെ രണ്ടു വശങ്ങളിലുള്ള രാജവീതിയിൽ നിറയെ രാജാക്കന്മാര് തേരിലും ആനയിലും കുതിരപ്പുറത്തും, ചിലരൊക്കെ ആ വൃക്ഷങ്ങളുടെ മുകളിൽ വരെ കയറി നിൽക്കുക. ഇതിനാ ഭഗവതി ഒന്ന് കാണാൻ അല്ലേ. നമ്മള് മുമ്പേ തന്നെ, ആഴ്ചകൾക്ക് മുമ്പേ തന്നെ അവര് വന്ന് സ്ഥാനം പിടിച്ചിരിക്കുക. നമ്മുടെ യജ്ഞവേദിയിലും ആ ഘോഷയാത്രയ്ക്ക് പോകാൻ പറഞ്ഞപ്പോ പലരും കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ ഇരുന്നില്ലേ, സീറ്റ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുപോലെ നേരത്തെ വന്ന് അവരെല്ലാം സ്ഥാനം പിടിച്ചിരിക്കും. എന്താ കാരണം? രുക്മിണി ദേവി ഉടമോക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അന്ന് രുക്മിണി ദേവിയെ വിവാഹം കഴിക്കാൻ കൊതിക്കാത്തവര് ഉണ്ടായിരുന്നില്ലെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴാണ് ഒരു യോഗ്യതയും, ദേവിയുമായിട്ട് ഒരു യോഗ്യതയും ഇല്ലാത്ത ശിശുപാലനുമായിട്ട് രുക്മിണി വിവാഹം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞതെന്നാണ്. കേട്ടവരൊക്കെ തലയിൽ കൈവച്ചു. എന്താ ഈ രുക്മിണിക്ക് പറ്റിയത്? ഇനിയിപ്പൊ കിട്ടില്ല എന്ന് ഉറപ്പായി. എന്നാൽ ആ ദേവി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൊതിച്ച് ഇത്രയും രാജാക്കന്മാർ ആ രാജവീതിയിൽ നിൽക്കുമ്പോൾ ഇതിനിടയിൽ നിന്ന് ആ കൃഷ്ണൻ എവിടെയാണെന്ന് എങ്ങനെയാ നോക്കുക? അത് കുലസ്ത്രീകൾക്ക് പറ്റിയതല്ലെന്നാണ്. അതുകൊണ്ട് ദേവി എന്ത് ചെയ്തു? ഒരു ഉപായം കണ്ടെത്തി. തന്റെ മുഖത്തേക്ക് വന്നു വീഴുന്ന മുല്ലപ്പൂമാലകളെയും ആ പൂനിരകളെയും ഒക്കെ മാടി ഒതുക്കുന്ന ഭാവത്തിൽ ഒന്ന് നോക്കുമ്പോ ആ നോക്കിയ ഭാഗത്ത് തന്നെ ആരെ കണ്ടു? ഭഗവാൻ കൃഷ്ണനെ കണ്ടു. നല്ല ഭാഗവതം പറഞ്ഞത് അച്യുതനെ കണ്ടു. എന്താ പറഞ്ഞത്? അച്യുതൻ. എന്താ അച്യുതൻ എന്ന് പറഞ്ഞാൽ ആരെ സമാശ്രയിച്ചാലാണോ ജീവിതത്തിൽ പിന്നൊരു ചുതിയില്ലാത്തത്, ആ ഭഗവാനെ ആര് കണ്ടു? രുക്മിണി ദേവി കണ്ടു. ഭഗവാൻ തന്റെ രഥത്തെ മുന്നോട്ട് നയിച്ചു സാവകാശത്തില്. എന്നിട്ട് ആ പാർവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ആ ദേവിയെ തന്റെ ആ രഥത്തിലേക്ക് കയറ്റിയെന്ന. ഇവിടെ ദേവി ഒന്ന് വർണ്ണിക്കുന്നുണ്ടെന്ന്. എന്താണെന്നറിയാമോ? താം ദേവമായ വീരമോഹിനി. രുക്മിണി ദേവിയുടെ സൗന്ദര്യത്തെ ആ ശുഭബ്രഹ്മശ്രുതി വർദ്ധിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഈ ഭഗവാൻ തന്നെ പണ്ട് ഒരു മോഹിനിയുടെ വേഷം കിട്ടിയിട്ടുണ്ട് അല്ലേ, മോഹിനിയായിട്ട്. എന്നിട്ട് അസുരന്മാരെയൊക്കെ മോഹിപ്പിച്ചു എന്ന് മാത്രമല്ല, യോഗേശ്വരനായിരിക്കുന്ന മഹാദേവനെ പോലും മോഹിപ്പിച്ചു. ആര്? ആ മോഹിനിയായിരിക്കുന്ന ഭഗവാൻ അല്ലേ. ആ മോഹിനി, അതായത് ഭഗവാന്റെ മോഹിനി രൂപത്തെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു. അതുകൊണ്ടാണ് വീരമോഹിനി എന്ന് ഇവിടെ പ്രയോഗിച്ചത്. അപ്പൊ വീരമോഹിനിയായിരിക്കുന്ന ആ സൗന്ദര്യധാമമായിരിക്കുന്ന രുക്മിണി ദേവിയെ തന്റെ കരത്തെ ഗ്രഹിച്ചുകൊണ്ട്, ആ വലത് കരത്തെ പാണിയെ ഗ്രഹിച്ചുകൊണ്ട് തന്റെ രഥത്തിലേക്ക് എടുത്തേറ്റി. എങ്ങനെയാ ആ ദേവലോകത്തു നിന്ന് ആ സുധയെ എങ്ങനെയാണോ ഗരുഡൻ നേടിയെടുത്തത്, അതുപോലെ ആ ഭഗവതിയെ ആ രഥത്തിലേക്ക് പിടിച്ചേറ്റി. പാണിഗ്രഹണം എന്ന വിവാഹത്തിന്റെ ഒരു ചടങ്ങ് അതാ ക്ഷേത്ര നടയിൽ വെച്ച് തന്നെ ഭഗവാൻ നിർവഹിച്ചു. എന്നിട്ട് സാവകാശത്തിൽ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ബലരാമസ്വാമി മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു, എന്റെ അനുജനായിരിക്കുന്ന കൃഷ്ണൻ, ദ്വാരകാനാഥനായിരിക്കുന്ന കൃഷ്ണൻ രുക്മിണി ദേവിയെ അപഹരിച്ചുകൊണ്ട് ദ്വാരകയ്ക്ക് പോവുക. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും മുന്നോട്ട് വരാം. ഒരു കൈയിൽ കലപ്പയും ഒരു കൈയിൽ ഉലക്കയും പിടിച്ചുകൊണ്ട് ആരിത് പറയുന്നത്? ബലരാമൻ. ആരുടെയും ശിരസ്സുകൾ ഉയർന്നില്ലെന്നാണ്. പിന്നെ എല്ലാവരും ക്ഷണിച്ചു ഭഗവാൻ. എല്ലാവരും ദ്വാരകയ്ക്ക് വന്നാൽ എന്താ സത്യം പോകാം. എല്ലാവരെയും ക്ഷണിച്ചു. എന്നിട്ട് ആ ഭഗവാൻ ആ ദേവിയെ കൊണ്ട് പുറപ്പെട്ടപ്പോഴേക്കും ജരാസന്ധൻ, ആ സദസ്സിലുണ്ടായിരുന്ന ജരാസന്ധൻ നേരെ ശിശുപാലന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ഗ്രീൻ റൂമിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ശിശുപാലനെ വിളിച്ചിട്ട് പറഞ്ഞു, മതി. എന്താ കാരണം? പെണ്ണിനെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ പിന്നാലെ ചെന്ന കൃഷ്ണനെ ജയിച്ച് ആ രുക്മിണിയെ നേടിയെടുക്കാം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കും. കാരണം എന്താ? ജരാസന്ധനെ പോലെ ഭഗവാനെ അറിഞ്ഞവരാരെങ്കിലും ഉണ്ട്. 18 തവണ യുദ്ധം ചെയ്തിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ്.
പക്ഷെ രുക്മി ഇത് കേട്ടിട്ട് അടങ്ങിയില്ലെന്നാണ്. രുക്മി പറഞ്ഞു, അവൻ പണ്ട് വെണ്ണയും പാലും ഒക്കെ കത്തിട്ടുണ്ടാവാം, അതുപോലെ എന്റെ സഹോദരി ഇവിടെ വന്ന് അവളുടെ വിവാഹ ദിനത്തില് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയി ജീവിക്കാമെന്ന് ആണ് വിചാരിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ല. കൃഷ്ണനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എന്റെ സഹോദരിയെ വീണ്ടെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ വിദർഭയിലേക്ക് വരികയില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തു. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒരു 2 സെന്റ് അല്ലെ ഈ രാജ്യത്തിന് പുറത്തെവിടെയെങ്കിലും മേടിച്ചാൽ തിരികെ വരുമ്പോൾ ഒരു ടെന്റ് അടിച്ചെങ്കിലും കിടക്കാൻ. കൃഷ്ണനെ ജയിക്കാം എന്ന് ധരിക്കണ്ട. പക്ഷെ ഈ വാക്കുകളൊന്നും രുക്മിയെ പിന്തിരിപ്പിച്ചില്ലെന്ന്. സൈന്യസമേതം ഭഗവാന്റെ പിന്നാലെ ചെന്നു. എന്നിട്ടോ ആ ഭഗവാനോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തില് തന്റെ വാമഭാഗമായിരിക്കുന്ന തന്റെ ഭക്തയായിരിക്കുന്ന രുക്മിണിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നത് രുക്മിണിയുടെ സഹോദരനാണെങ്കിലും അവനെ നിഗ്രഹിക്കുമെന്നുള്ള ഭാവത്തിൽ ഭഗവാൻ നിഗ്രഹിക്കാൻ കൈപിടിക്കുമ്പോ മഹാദേവി ഭഗവാന്റെ പാതാരവിന്ദത്തെ സമാശ്രയിച്ചു. എന്നെ അങ്ങ് സ്വീകരിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തില് എന്റെ സഹോദരനെ നിഗ്രഹിച്ചതും ദുഃഖം എനിക്ക് പ്രദാനം ചെയ്യില്ല എന്ന് പ്രാർത്ഥിച്ചപ്പോ ഭഗവാൻ നിഗ്രഹിച്ചില്ല. പക്ഷേ ആ രുക്മിയെ തീർത്ഥത്തിൽ ബന്ധിച്ച് നിരൂപനാക്കി അപമാനിച്ചു. രുക്മിയുടെ സൈന്യങ്ങളെയൊക്കെ നിഗ്രഹിച്ച് അവിടെ എത്തിച്ചേർന്ന രാമൻ കണ്ടത് ബന്ധനസ്ഥനായി കിടക്കുന്ന രുക്മിയെയാണ്. അഴിച്ചുവിട്ടു. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ബന്ധുക്കളോട് ഇത്തരത്തിൽ പെരുമാറരുത് കൃഷ്ണ, നീ ഇവരുടെ കരം ഗ്രഹിച്ചത് മുതൽ ഇവർ നമ്മുടെ ബന്ധുക്കളാണ്. പിന്നീട് ആ കൃഷ്ണനോടും രുക്മിണി ദേവിയോടും നല്ല ചില ഉപദേശങ്ങളെ കൊടുത്തു എന്നാണ്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോട്ടും കിട്ടേണ്ടുന്നത് ഇതാ. നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ധാരാളം സമ്പത്തും സ്വർണവും ഒക്കെ കൊടുക്കും അല്ലെ? ഇതാണോ ഏറ്റവും വലിയ ധനം? ആണോ? അല്ല. അത് എടുക്കും തോറും കുറയും. പിന്നെയോ അനുഭവസമ്പന്നരായിരിക്കുന്ന അച്ഛനോ മുത്തശ്ശനോ മുത്തശ്ശിയോ അമ്മാവനോ അമ്മയോ തുടങ്ങിയവര് രണ്ടുപേർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ നമ്മൾ ജീവിച്ച സാഹചര്യം ആ വീട്ടിൽ കിട്ടണമെന്ന് ഒരിക്കലും മനസ്സിലാക്കി അല്ലെ? പുതിയൊരു സാഹചര്യത്തിലേക്ക് പലവിധമായിരിക്കുന്ന വിട്ടുവീഴ്ചകൾക്ക് മനസ്സ് തയ്യാറാകണം. ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായിരിക്കും ജീവിതം. അതിനെ രണ്ടിനെയും ഭഗവാന്റെ പ്രസാദം പോലെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് മനസ്സ് പരിപക്വപ്പെടണം. ഈ ഉപദേശങ്ങളോട് കൂടിയിട്ട് വേണം ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ. അങ്ങനെ ആ ബലരാമസ്വാമിയിൽ നിന്ന് നല്ല ഉപദേശങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്ന് ആ ദ്വാരകയെ കമനീയമായിട്ട് അലങ്കരിച്ചു. എല്ലാ രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തില്, ബന്ധുമിത്രാദികളുടെ ഒക്കെ സാന്നിധ്യത്തില്, ശ്രേഷ്ഠരായിരിക്കുന്ന വൈദിക ബ്രാഹ്മണർ നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തില് ഭഗവാൻ രുക്മിണി ദേവിയെ തന്റെ ധർമ്മപത്നിയായിട്ട് സ്വീകരിക്കുന്നു. നമ്മുടെ യജ്ഞവേദിയിലും ആ വിവാഹ ചടങ്ങുകളാണ്. ആ വിവാഹ വരികൾ യജ്ഞവേദിയിൽ പാരായണം ചെയ്യുമ്പോൾ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും ആ കണ്ഠത്തിലേക്ക് വരണമാല്യം ചാർത്തി ദീപാരാധന നടക്കും. എല്ലാ സജ്ജനങ്ങളും, ഇരിക്കുന്ന സജ്ജനങ്ങൾ ആരും തന്നെ എഴുന്നേൽക്കരുത്. ഇരുന്നു കൊണ്ട് തന്നെ ആ വിവാഹ ഘോഷം നമുക്ക് വേണ്ട രീതിയിൽ ഭഗവാനെ ആശ്രയിക്കുക. കുരവയാകാം, നാമഘോഷമാകാം, ആർത്തുവിളികളാകാം, മംഗളശബ്ദങ്ങളാകാം. എല്ലാ തരത്തിലും രുക്മിണി കൃഷ്ണന്മാരുടെ ആ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം അത് പതിയട്ടെ. ഈ വർഷം രുക്മിണിയായിട്ട് മഹാദേവിയുടെ തിരുവിഗ്രഹത്തെ എഴുന്നള്ളിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം, മഹാദേവിയുടെ അനുഗ്രഹം വേണ്ടുവോളം വന്നു ഭവിക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഓരോ നിറവറകൾ സമർപ്പിച്ചു കഴിഞ്ഞാല് പിന്നീട് അവർക്ക് നമ്മുടെ ദക്ഷിണയൊക്കെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ദക്ഷിണയൊക്കെ സമർപ്പിച്ച് അവരുടെ അനുഗ്രഹം, തിരുമേനിയുടെയും അതുപോലെ പൗരാണികളുടെ ഒക്കെ അനുഗ്രഹം അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പം അതിനുശേഷം നിറപറ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ സജ്ജനങ്ങളും ലക്ഷ്മി നാരായണ ഭാവത്തിൽ വിരാജിക്കുന്ന ഭഗവാന്റെ മുമ്പില് നിറപറ വെച്ച് ഭഗവാനെ ആശ്രയിക്കുവാൻ എല്ലാ സജ്ജനങ്ങളും തയ്യാറാകണം. അതിന് കഴിയട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വയംവര വരികള് വേദിയിൽ പാരായണം ആരംഭിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ നമോ നമഃ. ദ്വാരകാപുരി നന്നായി ശോഭിപ്പിച്ചു അലങ്കരിച്ചു ആനന്ദമോദത്തോട് ദ്വാരകാവാസി ജനമേവരും ഒരുമിച്ചു ജന്മതിരേറ്റുകൊണ്ട് കേവലം കൃഷ്ണൻ തന്റെ കല്യാണം ആഘോഷിച്ച മല്ലലോചനായ മാധവൻ ബ്രഹ്മചര്യാശ്രമത്തെ കൈവിട്ടും പരബ്രഹ്മജന്മെ ദീക്ഷിച്ചതും ഗൃഹസ്ഥാശ്രമം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ലക്ഷ്മീനാരായണായ ഓം ശ്രീ ലക്ഷ്മീനാരായണായ നമഃ. ഓം ശ്രീ ലക്ഷ്മീനാരായണായ ഓം ശ്രീ ലക്ഷ്മീനാരായണ. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. വൃന്ദാവനസ്ഥിതം നാരായണം ദേവവൃന്ദൈരവിസ്തുതം നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. ദിനകരമത്യകം നാരായണം ദിവ്യകനകാംബരം നാരായണം. നാരായണം ഭജ നാരായണം നാരായണം ഭജ നാരായണം. പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. കരുണാപയോനിധി നാരായണം ഭവ്യശരണാഗതനിധി നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. രക്ഷിത ജഗത്രയം നാരായണം ചക്ര ശിക്ഷിത സുരജയം നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. അജ്ഞാനനാശക നാരായണം ശുദ്ധ വിജ്ഞാനവാസകം നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. ശ്രീവത്സഭൂഷണം നാരായണം നന്ദഗോവത്സഭൂഷണം നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. ശൃംഗാരനായക നാരായണം പദഗംഗാനായക നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം. ശ്രീരംഗസേവിതം നാരായണം നിത്യ വൈകുണ്ഠവാസിനം നാരായണം. നാരായണം ഭജ നാരായണം ലക്ഷ്മീനാരായണം ഭജ നാരായണം ഭജ നാരായണം ഭജ നാരായണം. കൃഷ്ണ രാമ ഹരേ 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 കൃഷ്ണ രാമ ഹരേ. അച്യുതന്റെ ഗുണം കേട്ടു കേട്ടാവോളം ഇച്ഛമറ്റൊന്നിലും കൈവരാ നിർണയം കേട്ടറിയും
ഇന്ദ്രവൻ വാനവൻ വിശ്വസിച്ചു സദാ തൽപദപൂർവം വിശ്വരക്ഷാവിധോ വിഷ്ണുവൻ കൃഷ്ണരാമാഹരി 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 ഉത്തമൻ ദിശை പണ്ടു ശങ്കരി മധ്യനല്ലൻ ഉറച്ചു കള്ളനത്തെ മഹായോഗി പോലിത്രവെള്ളം കൊട ദാനമുള്ളോർ ജീവൻ യുദ്ധമുള്ള ഏറ്റവും കോപമൾ കൊണ്ടു പുത്രനെന്ന് ഊർജമായൊരു ശാപം കൊടുത്തു മരാധനാഭൂപരേ കൃഷ്ണരാമാഹരി 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 വംശോത്ഭവ ൈകുരുന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നിർബന്ധിക്രിയ അപ്പോഴേ ഒന്നുകൊണ്ടും നിർമുറി വയ്യാതിവൻ ഇന്നു തന്നെ വരുത്തേണമേ ഫലമെന്നു ഞാൻ ശാവശക്തി കൃഷ്ണരാമാഹരി ദക്ഷിണമന്മനാമോനി പ്രൗഢരി സൽക്കരിച്ചാശമത്തിരുത്തീവൻ കൃഷ്ണരാമാദിവന്ദരുദായിരു വിശ്വര ബ്രഹ്മജപം ലഭിച്ചാലത് വിശ്വലോകം ഗമിക്കും മഹാജനം കൃഷ്ണരാമാഹരി 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീ ലക്ഷ്മീനാരായണായ സമർപ്പയാമി നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ സ്വയം
ഋഗ്വേദ ചടങ്ങുകൾ യജ്ഞവേദിയിൽ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് യജ്ഞവേദിയിൽ സമർപ്പണങ്ങളുടെ സമയമാണ്. ഇന്ന് നമ്മുടെ യജ്ഞവേദിയിൽ ധാരാളം സജ്ജനങ്ങൾ വന്നു ചേർന്നൊരു ശിബിരമാണ്. ഇതുവരെ വന്നു ചേരാത്ത ധാരാളം സജ്ജനങ്ങൾ ഇന്ന് നമ്മുടെ യജ്ഞവേദിയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഈ യജ്ഞത്തില് ഒരു സമർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് പരമാവധി സമർപ്പണം എന്ന രീതിയിൽ നിറവറ സമർപ്പണങ്ങളിൽ അതുപോലെ തന്നെ അന്നദാനം, അത് ഏറ്റവും മഹത്തരമായിട്ടുള്ള അന്നദാനത്തില്, പ്രത്യേകിച്ച് ജ്ഞാനയജ്ഞത്തില് ഇവിടെ വന്നിരുന്ന ഭാഗവതത്തെ ശ്രമിച്ച പുണ്യത്തെ ഈ അന്നം കഴിക്കുന്ന ആ സജ്ജനങ്ങള് അന്നദാതാവിലേക്കും കൂടി അതിന്റെ ഫലത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ യജ്ഞങ്ങളില് അന്നദാനത്തിൽ പങ്കുചേരുമ്പോൾ അതിന് മഹത്വം കൂടും. അപ്പോ ഭഗവാന്റെ മുമ്പില് അന്നദാനത്തിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് അരി സംഭാവനയായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൗണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരി സമർപ്പണത്തില് സജ്ജനങ്ങൾക്ക് പങ്കുചേരാൻ ഒരു ചാക്കരിയായിട്ടോ 10 കിലോയായിട്ടോ എങ്ങനെയാണോ നമുക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതില് വന്നു ചേരുന്ന സജ്ജനങ്ങള് വേണ്ട രീതിയിൽ പങ്കെടുക്കുക. യജ്ഞവേദിയില് പറസമർപ്പണത്തിന് ഒരാൾ കൂടി ഒന്ന് സഹായിക്കാനുണ്ടാകണം. ചേട്ടന് ഒറ്റയ്ക്കല്ലെങ്കിൽ 1-2 പേര് നിന്നാൽ പോരാ, ഒരാൾ കൂടി 3 പേര് നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ പറസമർപ്പണത്തിൽ ഒന്ന് സഹായിക്കാൻ, ഇന്ന് അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കാനുണ്ടാകണം. മുൻ ദിവസങ്ങളിലേതുപോലെയല്ല, ഇന്ന് നല്ല തിരക്കാണ്. വന്നു ചേരുന്ന സജ്ജനങ്ങൾക്കൊക്കെ തന്നെ ആ സമർപ്പണത്തിൽ പങ്കുചേരാൻ സാധിക്കും. അതുപോലെ അർച്ചനകൾ നടത്തിയിട്ടുള്ള സജ്ജനങ്ങൾക്ക് അതിന്റെ പ്രസാദം തിരുമേനിയിൽ നിന്നും ഇപ്പോൾ മുതൽ സ്വീകരിക്കുക. എല്ലാവരും കൂടി തിരക്കാവുന്നത് നമ്മുടെ യജ്ഞശാലയില് സ്ഥലപരിമിതി നല്ലതുപോലെയുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കി അതിലെ സർവാത്മന ഒന്ന് പങ്കുചേരണം. യജ്ഞവേദിയില് ത്രിപുണി സ്വയംവരത്തിന്റെ വിവിധങ്ങളായ സമർപ്പണങ്ങൾ നടക്കുമ്പോൾ അതില് സംയമനത്തോടുകൂടി എല്ലാ സജ്ജനങ്ങളും അതിൽ പങ്കുചേരണം. നർവറ സമർപ്പണത്തിലും അന്നദാനത്തിന്റെ ഭാഗമായിരിക്കുന്ന അരിസമർപ്പണത്തിലും ഒക്കെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾ ഇതിന് തയ്യാറാകണം എന്ന് അറിയിക്കുകയാണ്. സജ്ജനങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ്. ഇന്നലെ വിദ്യാഗോപാല മന്ത്രാർച്ചനയിലെ പങ്കാളിത്തം കണ്ടതുകൊണ്ടാണ് ഇന്ന് സർവേശ്വരീയ പൂജ വേണ്ട എന്ന് നിശ്ചയിച്ചത്. അപ്പൊ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞപ്പോ കുറേയധികം അമ്മമാര് വന്ന് ശ്രമിക്കുകയാണ്, എന്താണ് സർവേശ്വരീയ പൂജ വേണം എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം നമുക്ക് വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളുണ്ടെങ്കിൽ കൃത്യം 5 മണിക്ക് തന്നെ എത്തിച്ചേരണം. നമുക്ക് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടക്കണം. ക്ഷേത്ര സന്നിധിയിലെ ഒരു ചടങ്ങിനും നമ്മുടെ യജ്ഞത്തിന്റെ ചടങ്ങുകൾ കൊണ്ട് ആ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഒരു കൃത്യവിലോപവും സംഭവിക്കാതിരിക്കണം. അപ്പൊ അതുകൊണ്ട് പരമാവധി 5 മണിക്ക് തന്നെ എത്തിച്ചേർന്നാൽ നമുക്ക് വിളക്കെല്ലാം വെച്ച് ഇലയൊക്കെ വെച്ച് ഒരുക്കിക്കൊണ്ട് പിന്നീട് നമുക്ക് ഒരു അർച്ചനയോട് കൂടിയിട്ട് നമ്മുടെ സഹസ്രനാമം ലളിതാ സഹസ്രനാമം ജപം കഴിഞ്ഞാല് ആ സർവേശ്വരി പൂജ സമാരംഭിക്കാം.
സജ്ജനങ്ങൾക്ക് നിലവിളക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ പ്രദാനം ചെയ്യും. എണ്ണയും തിരിയും എല്ലാ സൗകര്യങ്ങളും ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ സജ്ജനങ്ങളുടെ സാന്നിധ്യമാണ് കുറവ്. അപ്പോൾ വരുന്ന സജ്ജനങ്ങളെ 2 തൂഷണികയും അർച്ചനയ്ക്ക് ആവശ്യമായ പൂക്കളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ വൈകിട്ട് സർവൈശ്വര്യ പൂജയുടെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങളെ കൃത്യമായിട്ട് ഒരു 5 മണിയോടുകൂടി തന്നെ യജ്ഞശാലയിലേക്ക് വന്നു ചേരുക. അർച്ചനയ്ക്ക് 2 തൂഷണിലെയും അർച്ചനയ്ക്ക് ആവശ്യമായ പൂക്കള് വെറ്റില അടയ്ക്ക ഇതൊക്കെയായിട്ട് വന്നു ചേരുക. ഒരു ജലപാത്രവും ഒക്കെ കൊണ്ടുവരിക. മഹാദേവിയുടെ 108 തിരുനാമങ്ങൾ